ഓണവിപണി ലക്ഷ്യമാക്കി സപ്ലൈകോ ഇറക്കിയ വിപണി വലിയ രീതിയിൽ വിജയമായി മാറിയിരിക്കുകയാണ്. വലിയ ജനപങ്കാളിത്തമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 300 കോടി രൂപയിലധികം വിറ്റുവരവാണ് കഴിഞ്ഞ ദിവസം കൊണ്ട് തന്നെ നേടിക്കഴിഞ്ഞിരിക്കുന്നത്. പ്രധാനമായും വലിയ വിലക്കയറ്റം ഉണ്ടാകുന്നതോടെ തന്നെ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിനെ മറികടക്കാനായി സപ്ലൈകോ വിപണിയിലേക്ക് ഒരു പിന്തുണ നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ സബ്സിഡി ഇനങ്ങളും നോൺ സബ്സിഡി ഇനങ്ങളും ജനങ്ങൾ ഏറ്റുവാങ്ങി കൂടുതൽ ആളുകൾ ഓണം ഫെയറുകളിലേക്കും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലേക്കുമൊക്കെ ഓടിയെത്തി സാധനങ്ങൾ വാങ്ങിയിരുന്നു. വെളിച്ചെണ്ണ അടക്കം വിലക്കുറവിൽ നൽകിയതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു കച്ചവടം ഉണ്ടായത്. ഏതായാലും സപ്ലൈകോയ്ക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വിറ്റുവരവ് ലഭിച്ചിരിക്കുകയാണ്. ഇതൊരു വലിയ നേട്ടമായി തന്നെയാണ് സർക്കാർ കണക്കാക്കുന്നത്. 304 കോടി രൂപയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരമായതോടെ തന്നെ സപ്ലൈകോയുടെ വിറ്റുവരവ് കണക്ക് വന്നിട്ടുള്ളത്. അതിൽ സബ്സിഡി ഇനത്തിൽ 109.31 കോടി രൂപയും നോൺ സബ്സിഡിയിൽ 195.34 കോടി രൂപയുമാണ് വിറ്റുവരവ് വന്നിട്ടുള്ളത്. ഏതായാലും ഓണവിപണി നിയന്ത്രിക്കാനായി സപ്ലൈകോയ്ക്ക് ഒരു പരിധിവരെ സാധിച്ചുവെന്ന് ഇതിലൂടെ വിലയിരുത്തുന്നുണ്ട്. ഇനി 1-2 ദിവസങ്ങൾ കൂടി ഉത്രാടം എത്തുന്നതോടുകൂടി വീണ്ടും സപ്ലൈകോയുടെ വിപണി വിപുലീകരിക്കും എന്നുള്ള കാര്യം കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും അരിയും നിത്യോപയോഗ സാധനങ്ങളും വെളിച്ചെണ്ണ അടക്കമുള്ള വസ്തുക്കളുമൊക്കെ കൂടുതൽ ആളുകൾ സപ്ലൈകോയിൽ നിന്ന് തന്നെ വാങ്ങാൻ തുടങ്ങിയിരുന്നു. ഓണവിപണിയിൽ വലിയ രീതിയിലുള്ളൊരു മാറ്റം ഇത്തവണ ഉണ്ടായിരുന്നു. വിലക്കയറ്റത്തെ ഒരു പരിധിവരെ തടയാൻ സപ്ലൈകോയ്ക്ക് സാധിച്ചു. ജനങ്ങൾ കൂടുതൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. 300 കോടി രൂപയിലധികമുള്ള വിറ്റുവരവ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളെക്കാൾ വലിയൊരു കണക്ക് തന്നെയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.